ഗുഡ് ആഫ്റ്റർനൂൺ. എവിടെയാണ്? ഹോസ്പിറ്റലിൽ തന്നെയാണ്? യെസ്. ഇപ്പൊ എത്തി? രാവിലെ വന്നോ? സാർ എന്നെ കേട്ടില്ല. എന്തോ? സാർ എന്നെ പറഞ്ഞെന്ന് കേട്ടില്ല. രാവിലെ എത്തിയോ എന്ന് ചോദിച്ചാണ്. രാവിലെ വന്നു സാർ. എനിക്കിന്ന് ബലിയിടാൻ പോണായിരുന്നു, അതുകൊണ്ട് ഞാൻ വന്നതാ. ബലിയിടാൻ പോയില്ലേ? ബലിയിടാൻ പോയി. രാവിലെ വന്നു, ബലിയിട്ടു, തിരിച്ചു പോന്നു. ഇനി നാളെ പോണം. സൗണ്ട് ഒക്കെ മാറിയിരിക്കാണല്ലോ. അത് ഞാനിവിടെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി, അതാ. ഹലോ എന്ന് പറഞ്ഞാൽ നല്ല ബാസായിരിക്കും. അപ്പൊ ഞാന് ക്ലാസ് തുടങ്ങാറാകുമ്പോഴത്തേക്കും അലാം വെച്ചിട്ടാ കിടന്നുറങ്ങി. അതുകൊണ്ടാ സൗണ്ട് മാറിയിരിക്കുന്നു. പിന്നെ നാളെ ആകുമ്പോഴത്തേക്ക് എന്റെ അമ്മയും വരും ഹോസ്പിറ്റലിലേക്ക്. സുരേഷ്, good afternoon sir. Yes, good afternoon. How are you? Fine sir. Very good. How are you sir? I am also very fine. നാളെ നിങ്ങളുടെ അല്ലേ എച്ചിന്റെ ഒരു കോൺവെക്കേഷൻ സെറമണിയാണ് നാളെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ 1616. അപ്പോൾ നിങ്ങളുടെ ക്ലാസ് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് തന്നിരിക്കുന്നത് ഫെബ്രുവരി 1st വീക്കാണ്. അപ്പൊ നമുക്ക് ജനുവരിയിൽ മുതൽ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ഓക്കെ? ജനുവരി മുതൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് കടന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് ആൻസർ ചെയ്ത് പരീക്ഷ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇങ്ങോട്ട് പോകാം. ഒരു 3 ക്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് പരീക്ഷയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് നോക്കാം. അപ്പൊ അത് വലിയ കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. യെസ്. ഇനി ആരെങ്കിലും വരൂ? പ്രതീക്ഷിക്കണോ? ഒരുവായിരിക്കുന്നത് താങ്കൾ തന്നെയോ അല്ലെങ്കിൽ ഇനി ആരെങ്കിലും പ്രതീക്ഷിക്കണമോ എന്ന് ചോദിച്ച പോലെയുള്ളത്. ആരെയും പ്രതീക്ഷിക്കണോ? സുബിത വരുമെന്ന് സാർ എനിക്ക് തോന്നുന്നു. സുബിത എല്ലാ ക്ലാസ്സുകളിലും ഉണ്ടാകാറുള്ള ആളാ. സുബിത, രാജലക്ഷ്മി, രാജേശ്വരി, ലിജി, അനില, ഇത്രയും പേരാ ഉണ്ടാകാറുള്ളത്. രാജലക്ഷ്മി മറ്റേ വർക്കുള്ള കുട്ടിയല്ലേ? അത് കേറാറുണ്ട്. പക്ഷെ പിന്നെ രാജേശ്വരി, പിന്നെ അനില. ഞാൻ കാണാറുണ്ട്, തലവട്ടം കാണുമ്പോ പോകുന്നതും കാണാറുണ്ട്. സാറൻ അത്ര അടുത്താ? സാറിന്റെ അടുത്താണോ? അതല്ല, ഇത് നമ്മുടെ ജോബ് സാറല്ലേ ഇത് പറഞ്ഞിട്ട് ഫോട്ടോ കാണാറുണ്ട്. യെസ്. ഓക്കെ 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 ഓക്കെ. തിരക്കുണ്ടാവുമല്ലേ? വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. അപ്പോ മലപ്പുറമായിരിക്കും. മുമ്പൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടായിരുന്ന ആൾക്കാരല്ലേ. മുമ്പ് എത്ര പേരാണ് ഉണ്ടായത്? നമ്മളെ ഒരു ഇലക്ഷനിലെ ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, വർഷ. ജയിച്ചോ? അയ്യോ, അറിയത്തില്ലല്ലോ സാറ്. മിനുവിന് അറിയാമോ? ഞാനത് മറന്നുപോയി ചോദിക്കുന്ന കാര്യം. മിനു അറിഞ്ഞോ? യെസ്, മിനു അറിഞ്ഞിട്ടില്ല. മിനു അറിഞ്ഞ പറഞ്ഞല്ലേ? എന്തോ മുബീനയോ ഹസീനയോ ആരോ ഇവിടെ അല്ലായിരുന്നു? അതെ അതെ, ബർഷീന തന്നെ. എനിക്കറിയില്ല, ഞാനൊന്നും അറിയില്ല, കേട്ടില്ല. ജയിച്ചു. ഞാള് സ്റ്റാറ്റസ് ഇട്ടേനെ, കണ്ടില്ല. ഓക്കെ. അപ്പൊ നമുക്ക് സുബിത. ഗുഡ് ആഫ്റ്റർനൂൺ സർ. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഞങ്ങൾ സുബിതയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. യെസ്. അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു വീഡിയോ കിട്ടിയ ക്ലാസ് ആയതുകൊണ്ട് ട്രാൻസ്ലേഷനൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത
കണ്ടോ, രാജലക്ഷ്മി വന്നു പോയി. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതല്ലേ രാജലക്ഷ്മി, മറ്റേ രാജേശ്വരി. എനിക്ക് അങ്ങനെ തന്നെ മാറിപ്പോ. യെസ്. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ബാക്കിയുള്ള ഒരു ടെൻസ് കൂടി നമുക്ക് ഇന്ന് നോക്കാം. ഇന്നൊരു ടെൻസ് കൂടി ബാലൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, റിപ്പോർട്ടഡ് സ്പീച്ചില് ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്നത് വെർബ് ഉണ്ടാവും, പുറത്തുണ്ടാവും വെർബ്, പുറത്തുള്ള റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയും. ഇൻവെർട്ടഡ് കോമയുടെ അകത്തുള്ള വാചകത്തിന്റെ ടെൻസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റി വരുന്നു പറഞ്ഞു. ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന ടെൻസ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റി വരുന്നു പറഞ്ഞു. ഇത് രണ്ടെണ്ണമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്, അല്ലേ? ഇനി ഇതിന്റെ ഒരു ബാലൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു ബാലൻസിനെ കുറിച്ച് ചിന്തിക്കും. ഇനി ഞാനിവിടെ അടുത്ത വേറൊരു വാചകം പറയാണ്. ആ വാചകം ഇതാണ്: She said, I will continue my studies. Okay. വാചകം ഇതാണ്. She said, അവൾ പറഞ്ഞു. ഇവിടെ കോമയിലാണ്. I will continue my studies. ഞാൻ എൻ്റെ പഠനം തുടരും. I will continue my studies. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ഇൻവെർട്ടഡ് കോമയിൽ തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ടെൻസിലും അല്ല, സിമ്പിൾ പാസ്റ്റിലും അല്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റി എഴുതണമെന്ന് പറഞ്ഞു. ഇനി സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റി എഴുതണമെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ തന്നിരിക്കുന്ന വാചകം ഐ വിൽ കണ്ടിന്യൂ മൈ സ്റ്റഡീസ് എന്നുള്ളതാണ്. ആർക്കെങ്കിലും പറയാമോ ഏത് ടെൻസാണ് ഈ തന്നിരിക്കുന്നത്? സിമ്പിൾ ഫ്യൂച്ചർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സിമ്പിൾ ഫ്യൂച്ചർ ആണ്. സിമ്പിൾ ഫ്യൂച്ചർ ആണ്. നമുക്ക് എങ്ങനെ മനസ്സിലായി? സബ്ജക്റ്റ്, വിൽ അല്ലെങ്കിൽ ഷാല്, പിന്നെ വെർബ്. ആ വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ അത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഐ സബ്ജക്റ്റ് ആണ്, വിൽ അല്ലെങ്കിൽ ഷാലില് വില്ലുണ്ട്, കണ്ടിന്യൂ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. പാസ്റ്റ് ടെൻസ് എന്താണ്? കണ്ടിന്യൂഡ് എന്നാണ്. അപ്പൊ കണ്ടിന്യൂ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. അപ്പൊ സബ്ജക്റ്റ്, വിൽ അല്ലെങ്കിൽ ഷാല്, പിന്നെ വെർബിന്റെ പ്രസന്റ് ടെൻസും ഉപയോഗിച്ചത് കൊണ്ട് ഇത് എന്ത് ടെൻസാണ്? സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അങ്ങനെ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ, മാറിപ്പോയത്, സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ അതിനെ കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റിയത്. എന്താണ്? കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റിയത്. അപ്പൊ നമ്മൾ ചിന്തിക്കും കണ്ടീഷണൽ ഫോം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അപ്പൊ നമ്മൾ ഓർത്തിരുന്നാൽ മതി, വിൽ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് വുഡ്, WOULD. ക്യാൻ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് വുഡ്, COULD. ഷാൽ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് ഷുഡ്. മേ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് മൈറ്റ്. ഇതൊന്നും മാറ്റിയിട്ടാൽ മതി, വേറൊരു കുഴപ്പമില്ല. യെസ്. അപ്പൊ ക്യാൻ വുഡ് ആക്കണം, ഷാല് ഷുഡ് ആക്കണം, മേ മൈറ്റ് ആക്കണം, വില്ല് വുഡ് ആക്കണം. വേറെ ഒരു മാറ്റവും വരുത്തതല്ല. ടെൻസിലൊന്നും ഒരു മാറ്റവും വരുത്തതല്ല. പിന്നെ മൈ, ഹെയർ എന്നൊക്കെ മാറും, അതൊക്കെ മാറും. നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ മാറ്റങ്ങളൊക്കെ തന്നെ. പക്ഷെ വേറൊരു മാറ്റവും വരുന്നത്. കാരണം വില്ല് കഴിഞ്ഞാല് പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെയാണ് കണ്ടീഷണൽ ഫോമായ വുഡ്, ഫുഡ്, ഷുഡൊക്കെ കഴിഞ്ഞാലും പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് ടെൻസിൽ മാറ്റം വേണ്ട എന്ന് പറയാനുള്ള കാരണം. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയേ, അവൾ പറഞ്ഞു ഐ വിൽ കണ്ടിന്യൂ മൈ സ്റ്റഡീസ്. ഞാൻ എന്റെ പഠനം തുടരും. അപ്പൊ ഇത് പറഞ്ഞത് ആരോടാണ്? സുബിതയോടാണ്. സുബിത ഇത് മിന്നുവിനോട് പറയുമ്പോ എങ്ങനെ പറയും? അവള് പറഞ്ഞു അവൾ അവളുടെ പഠനം തുടരുമെന്ന്. അപ്പൊ എന്ത് വരും ആൻസർ? ഷീ ടോൾഡ് ദാറ്റ് ഷീ വുഡ് കണ്ടിന്യൂ ഹെർ സ്റ്റഡി, ഹെർ സ്റ്റഡീസ്, കണ്ടിന്യൂ ഹെർ സ്റ്റഡീസ്. പിടികിട്ടിയല്ലോ? യെസ്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞിട്ടുള്ള 3 ടെൻസ് ഒന്നുകൂടി ഒന്ന് ക്രോഡീകരിക്കുകയാണ്.
ഇൻവേർട്ടഡ് കോമയുടെ അകത്ത് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലോട്ട് മാറ്റി എഴുതണം. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റി എഴുതണം. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റി എഴുതണം. അപ്പൊ കണ്ടീഷണൽ ഫോം എന്ന് പറയുമ്പോൾ വില്ല് വുഡാക്കണം, ഷാൽ ഷുഡാക്കണം, ക്യാൻ ഫുഡാക്കണം, മേ മൈറ്റ് ആക്കണം. സിമ്പിൾ അല്ലേ? യെസ്, വെരി 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 സിമ്പിൾ. ഞാൻ ഒന്ന് രണ്ട് വാചകം പറയാം, നിങ്ങൾക്ക് അത് മാറ്റാൻ പറ്റുമോ നോക്കാം കേട്ടോ. യെസ്, he said, he said, he said. ഇൻവേർട്ടഡ് കോമയിൽ എഴുതാം. The boy may, M-A-Y, may play, P-L-A-Y, play. The boy may play. ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്യും. അടുത്ത വാചകം എഴുതിക്കോളൂ. She said. She said. ഇൻവേർട്ടഡ് കോമയിൽ എഴുതുക. I will wait, W-A-I-T, wait for you. അടുത്തത് ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് മൂന്നാമത്തെ. They said. ഇനി ഇൻവേർട്ടഡ് കോമയിൽ എഴുതുക. We shall conduct, C-O-N-D-U-C-T. We shall conduct the examination. E-X-A-M-I-N-A-T-I-O-N. We shall conduct the examination. Okay, മൂന്നെണ്ണം ഉണ്ട്. എഴുതി നോക്കിയേ. കഴിയുമ്പോ പറഞ്ഞാൽ മതി. യെസ്, ബിന്ദുവിന്റെ കഴിഞ്ഞു, ശുഭ കഴിഞ്ഞു, സുനിത. യെസ്, അപ്പൊ ഓക്കെ. ശുഭ ആദ്യത്തെ വായിച്ചോളൂ. ചോദ്യം വായിക്കാം, ആൻസർ വായിക്കാം. He said the boy may play. He told that the boy might play. Very good, correct ആണ്. He told that the boy might play. പിന്നെ രണ്ടാമത്തേത്. Yes, sir. He said, I will wait for you. He said that he would wait for me. Very good. Okay. He
would wait for me. Subida, They said, we shall conduct the examination. They told that they should conduct the examination. very good, very good, very good, very good. Okay. ഒരു മൂന്നെണ്ണം കൂടി. He said, inverted comma, I will show you how the grinder, Grinder, grinder worked, worked. I will show you how the grinder worked. Inverted comma close here. அடுத்த question. He said, inverted comma ഇരിക്കുക. You may come to my office on time. Inverted comma close here. അടുത്തത് he said, inverted comma എഴുതുക. I will sell SEWL your old scooter. I will sell your old scooter. Yes. ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാം. എഴുതിക്കോ. കഴിയുമ്പോൾ പറഞ്ഞാൽ മതി. Oh yes, Minu. Sugar, okay. Okay, Subida. Minu, വായിച്ചോളൂ. He said, I will show you how the grinder worked. He said that he would show me how the grinder worked. Very good, very good, very good, very good. He would show me how the grinder worked. Subida, അടുത്ത വായിച്ചോളൂ. He said, you may come to my office on the time. He said that I might come to my office on the time.
മോളെ അതിന്റെ ആ മൈ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത് അത് കറക്റ്റ് ചെയ്ത്. He ആ he might come to my office on time. ആ മൈ എന്നുള്ളത് എങ്ങനെയായിരിക്കും? Might. അതല്ല, മൈ ഇല്ലേ, ടു മൈ ഓഫീസില്ല, അതിൽ മൈ ഇല്ലേ, അതെന്താ മൈ അവിടെ തെറ്റി പറ്റിയേക്കണേ? Your office on time. Your office on time ആണോ മൈ വരുമ്പോ? ഓക്കെ, അവന്റെ ഓഫീസിലോട്ട് വരാനല്ല പറഞ്ഞേക്കണേ. ആ അപ്പൊ അവിടെ എന്താ മൈ എന്നുള്ളത്? ഹിസ്സാവും. ഓക്കെ, അവൻ പറഞ്ഞു നിങ്ങൾ കൃത്യസമയത്ത് എന്റെ ഓഫീസിലേക്ക് വരിക. ആ അവൻ എന്ന് പറഞ്ഞാൽ ഞാനാന്ന് ചോദിക്കും. ഞാൻ സുബിതയോട് പറഞ്ഞു നിങ്ങൾ കൃത്യസമയത്ത് എന്റെ ഓഫീസിലേക്ക് വരിക. സുബിത ഇത് പറയുമ്പോ എന്ത് പറയും? അവൻ പറഞ്ഞു കൃത്യസമയത്ത് അവന്റെ ഓഫീസിലേക്ക് എഴുതാൻ. കണ്ടാ, ആ മൈ എന്നുള്ളത് എന്താവും? ഹിസ്സാവും. അതൊരു പെണ്ണായിരുന്നെങ്കിൽ അത് ഹെയർ ആയി. അടുത്ത വായിച്ചു. He said, I will sell your old scooter. He told that I would sell my old scooter. എന്താണ് മറന്നു പോണ ശുഭ? ഐ തന്നെ വരൂ? അല്ല, he would sell my old scooter. He would sell my old scooter. അല്ലേ? ഇപ്പൊ കറക്റ്റ്. യെസ്, വെരി ഗുഡ്. യെസ്. ഇപ്പൊ വളരെ ബുദ്ധിമാനായിട്ടുള്ള ആളുകൾക്ക് പോലും ചിലപ്പോ ചില കയ്യൊക്കെ പറ്റും, അല്ലെ? ഐസക് ന്യൂട്ടന്റെ കൂടെ രണ്ട് പട്ടിക്കുട്ടികളുണ്ടായിരുന്നു. ഒന്ന് വലുതാണ്, ഒന്ന് ചെറുതാണ്. അപ്പൊ ഇതിനെക്കൂടെ വലിയ ശല്യമായി കഴിഞ്ഞപ്പോ ഐസക് ന്യൂട്ടന്റെ ആശാരിയെ വിളിച്ചിട്ട് പറഞ്ഞു കൂടുണ്ടാക്കാൻ പറഞ്ഞു. ആ കൂടിന് 2 വാതില് വേണം, ഒരു ചെറുതും വേണം, ഒന്ന് വലുതും വേണം എന്ന് പറഞ്ഞു. അപ്പോ ആശാരി പറഞ്ഞു ഒരു വാതില് പോരെ സാർ. ഒരു വാതിൽ വെച്ചാൽ പിന്നെ എന്റെ ചെറിയ പട്ടി എന്ത് ചെയ്യും? അപ്പോ ആശാരി പറഞ്ഞു ഈ വലിയ വാതിലൂടെ ചെറിയ പട്ടിക്ക് പോകാലോ. ഓ യെസ്, അങ്ങനെ തന്നെ. അപ്പോ ഇത് പറഞ്ഞ പോലെ ഇതെല്ലാം കറക്റ്റ് ചെയ്യുന്ന ആളാണ് ശുഭ. പക്ഷെ ഒരെണ്ണത്തിൽ വന്നപ്പോ ഓക്കെ. അപ്പൊ ഇനി നമുക്ക് അടുത്ത വിഷയത്തിലോട്ട് വരികയാണ്. ഞാൻ ഇപ്പൊ ഇത്ര നേരം പറഞ്ഞത് 3 ടെൻസുകളെ എങ്ങോട്ടാക്കുന്നതാണ്? റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുന്ന രീതിയാണ് പറഞ്ഞത്. സിമ്പിൾ പ്രസന്റ് ആവുമ്പോൾ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുന്നു. സിമ്പിൾ പാസ്റ്റ് ആവുമ്പോൾ അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റുന്നു. സിമ്പിൾ ഫ്യൂച്ചർ ആകുമ്പോൾ അതിനെ കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് അത് അറിയാമെന്നും ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ അധികം അതിനെക്കുറിച്ച് വിശദീകരിച്ച് പോകാതെ അടുത്ത ഒരു ടെൻസ് പറയുകയാണ്. യെസ്, സെന്റൻസ് ഇതാണ്. ഷീ സെഡ് I am studying English grammar. ഒന്നുകൂടി പറയാമോ സർ? She said, I am studying 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 English grammar. I am studying English grammar. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കി, ഈ ഇൻവേർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് അല്ല, സിമ്പിൾ പാസ്റ്റ് അല്ല, സിമ്പിൾ ഫ്യൂച്ചറും അല്ല, ഇത് 3ഉം അല്ല. വേറൊരു ടെൻസാണ് വന്നിരിക്കുന്നത്. ആർക്ക് പറയാം? മൂന്ന് ടെൻസും അല്ല, പുതിയൊരു ടെൻസാണ് വന്നിരിക്കുന്നത്. അത് ഏത് ടെൻസാണെന്ന് ആർക്ക് പറയാം? സുബിത, പറ്റുമോ? കണ്ടിന്യൂസ് അല്ലേ? വെരി ഗുഡ്. ഓക്കെ. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് നമുക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വെർബ് പ്ലസ് ing. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വെർബ് പിന്നെ ing. അപ്പൊ ഇവിടെ നോക്കിയാൽ ഐ
സബ്ജക്റ്റ് കിട്ടി. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറില് ആം ഉണ്ട്. പിന്നെ വെർബ് സ്റ്റഡി, അതിന്റെ കൂടെ ഒരു ing സ്റ്റഡിയിങ്. നോക്കിയേ, ഐ ആം സ്റ്റഡിയിങ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അത് ഏതാ ടെൻസ്, അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അങ്ങനെ തന്നിരിക്കുന്ന വാചകത്തിന്റെ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകത്തിന്റെ ടെൻസ് പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റിയത്. ഇങ്ങോട്ട് മാറ്റിയതാണ് പാസ്റ്റ് കണ്ടിന്യൂസിലോട്ട് മാറ്റിയത്. യെസ്, അപ്പൊ അത് പാസ്റ്റ് കണ്ടിന്യൂസിലോട്ട് മാറ്റിയതുമ്പോ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം. സബ്ജക്റ്റ്, വാസ് അല്ലെങ്കിൽ വേറെ, വെർബ്, ing. സബ്ജക്റ്റ്, വാസ് അല്ലെങ്കിൽ വേറെ, വെർബ്, ing. ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ. അങ്ങോട്ടൊന്നും മാറ്റില്ല. ബാക്കിയുള്ള നിയമങ്ങളൊക്കെ അതുപോലെയൊക്കെ തന്നെ. അപ്പൊ ഈസും ആമും ആറും ഉണ്ടെങ്കിൽ അത് ഒന്നുകിൽ വാസായിട്ട് അല്ലെങ്കിൽ വേറെ ആയിട്ട് മാറും. അതാണ് ഇപ്പോൾ ഓർത്തിരിക്കേണ്ടത്. ഈസ്, ആം, ആറ് ഇത് മൂന്നും ഉണ്ടെങ്കിൽ അത് ഒന്നില്ലെങ്കിൽ വാസാവും അല്ലെങ്കിൽ വേർ, ഡബ്ല്യു ആയി മാറും. കാരണം ഈസ്, ആം, ആറ് പറഞ്ഞത് പ്രസന്റിലാണ്. വാസിലേക്ക് വരുമ്പോൾ വാസിലേക്ക് വേറെ വരും. ഓക്കെ, യു ഗെറ്റ് ദ പോയിന്റ്. ഇത് വിചാരിക്കും. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ നമുക്കൊന്ന് നോക്കാം. She said, I am studying English grammar for the answer. She told that she was studying English grammar. She was studying English grammar. സംശയമൊന്നുമില്ലല്ലോ. യെസ്. അപ്പൊ ഇപ്പൊ നമ്മൾ 4 ടെൻസുകളാണ് നോക്കിയത്. 4 ടെൻസുകളെ പ്രിപ്പയർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഇതിനെ മാറ്റണമെന്നാണ് നമ്മൾ പറഞ്ഞത്. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റി എഴുതുക. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റി എഴുതുക. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റി എഴുതുക. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റി എഴുതുക. ഓക്കെ, നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. He said, ഇനി ഇവിടെ കോമൻ എഴുതുക. The boy is playing, playing, playing. അടുത്തത് ആദ്യം തന്നെ ഇൻവെർട്ടഡ് കോമ എഴുതുക. ആദ്യം ഇൻവെർട്ടഡ് കോമയിൽ ബിഗിൻ ചെയ്യട്ടെ. I am going, G-O-I-N-G. I am going home, H-O-M-E, home. I am going home. Inverted comma close here. I am going home എന്നുള്ള inverted comma ആണ്. He said, he said, ഒരോടെ എഴുതിക്കോ. She said, ഇനി ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് I am feeling, F-E-E-L-I-N-G. I am feeling better, B-E-T-T-E-R. I am feeling better. അപ്പോ രാജേശ്വരി വന്നതുകൊണ്ട് ഒരു നോട്ട് എഴുതിക്കോ. She said. ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക. I am hoping, H-O-P-I-N-G, hoping to meet, M-E-E-T, meet him, H-I-M, him. I am hoping to meet him. Inverted comma close here. Yes, എഴുതിക്കോ.
Okay, Minu? Subhida, okay? Yes. About Minu, I thought I should. Yes, sir. He said the boy is playing. Oh, He said that the boy was playing. okay. He said that, and he told that the boy was playing. Correct, correct, correct. Very good. Subhida. I am going home, he said. He told that he was going to home. Yes. He told that he was going Going to home. home. Yes. Okay. Shubha. Ardha. He said, I am feeling better. Ah, He told that he was feeling better. very good. He was feeling better. അപ്പൊ ഞാൻ രാജേശ്വരൻ ഉദ്ദേശിച്ച അവരോട് പറഞ്ഞത് പിന്നു വായിച്ചു. He said, I am hoping to meet him. Ah, He said that he was hoping to meet him. very good, very good, very good, very good. Yes. അടുത്ത. He said. He said. You are finishing FINISHING, finishing your work. Your work. ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യാം. യെസ്. അടുത്ത് ഇവിടെ കോമിലേത് why are you going on GOING going on strike STRIK ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യാം. why are you going on strike ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യാം. the reporter REPORTED reporter said SAID the reporter said. അടുത്തത് ഇവിടെ കോമിലേത് he is coming tomorrow. He is coming tomorrow. Coming tomorrow. Comma mother. 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 He is coming tomorrow. Mother. Inverted comma close here. Inverted comma close here. എന്നിട്ട് എഴുതുക said 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 ഷീല SHEEL ഷീല. യെസ് എഴുതിക്കോ. സാർ ടുമാറോ കഴിഞ്ഞിട്ട് മദർ എന്നാണോ പറഞ്ഞത്? മദർ അമ്മയെ എന്ന് വിളിച്ചിട്ട് പറയരുത്. അമ്മേ നാളെ അവർ വരികയാകുന്നു, അവൻ വരികയാകുന്നു.
ഓക്കെ. ശുഭ ആദ്യത്തെ വായിച്ചോളൂ. He said, "You are finishing your work." യെസ്, യു ആർ ഫിനിഷിംഗ് യുവർ വർക്ക് അല്ലേ? He told that I were finishing my work. അതിന്റെ കൂടെ വേറെ ഒരു വാസു വരുമോ? അതറിയത്തില്ലായിരുന്നു സാർ. അപ്പുറത്തേത് നിങ്ങൾ എന്നെ വാസിട്ടോണ്ട് അമ്മ ഇതിനങ്ങ് വേറെ ആവട്ടെ എന്ന് വിചാരിച്ചു ഞാനങ്ങ് ഇട്ടോ. വെരി ഗുഡ്. അതിന്റെ കൂടെ വാസ് ഇട്ടാവും കേട്ടോ. ഐ വാസ് ഫിനിഷിംഗ് ഓക്കെ. ഐ വാസ്. പിന്നെ അതിൻ്റെ അകത്തൊരു സാങ്കേതികത്വം ഉണ്ട്, അത് ഞാൻ പറയാം. ഓക്കെ, പിന്നെ അടുത്ത വായിച്ചു. Why are you going on strike? The reporter said. The reporter asked why they were going on strike. വെരി ഗുഡ്. റിപ്പോർട്ടർ ചോദിച്ചു, അപ്പൊ ആസ്ക്ഡ് തന്നെ പറയാം. റിപ്പോർട്ടർ ആസ്ക്ഡ്, റിപ്പോർട്ടർ എൻക്വയർഡ്, കുഴപ്പമില്ല. വൈ ദേ വർ ഗോയിങ് ഓൺ സ്ട്രൈക്ക്, എന്തുകൊണ്ടാണ് അവര് സമരം ചെയ്യുന്നതെന്ന് ചോദിച്ചു. യെസ്, ആ ദേ എന്നുള്ളതിന് പകരം വി എന്ന് എഴുതി കഴിഞ്ഞാലും സംഗതി ശരിയാണ്. യെസ്, വി വർ ഗോയിങ് ഓൺ സ്ട്രൈക്ക് എന്ന് വെച്ചാൽ ശരിയാണ്. യെസ്, സുബിത ഞാൻ അവിടെ ഉണ്ടല്ലോ. Yes, sir. He is coming tomorrow. Mother said. She ആണോ he ആണോ sir? She ആണോ? Said she ആണോ? Sheila. He said that mother. Sheila said that mother, I was coming tomorrow. നോക്കിയേ. He is coming tomorrow. അത്ര മതി. അവൻ നാളെ വരികയാകുന്നു. ഈ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുക രാമനാണ് വിചാരിക്കുക. അമ്മനെ വിളിച്ചത് അമ്മേ രാമൻ നാളെ വരുമല്ലോ എന്നാ പറയണത്. ആരാ പറയുന്നത്? ഷീല. അപ്പൊ നമ്മൾ എന്ത് പറയും? ഷീല അമ്മയോട് പറഞ്ഞു രാമൻ നാളെ വരെ. അങ്ങനെ Sheila said that mother, he was coming tomorrow. അവിടെ ഷീല സെഡ് ദാറ്റ് മദർ വേണ്ട, ഷീല ടോൾഡ് മദർ, അമ്മയോട്. അപ്പൊ ഒറ്റയടിക്ക് അങ്ങനെ തീർന്നു. Told mother that he was coming tomorrow. ആരാണ്? He was coming tomorrow. He was coming tomorrow. Okay. He was coming tomorrow. Yes. Sir, the next day മാക്കാൻ പറ്റുമോ? അയ്യോ, ടുമാറോ എന്നുള്ള മാറ്റിട്ട് സോറി ടുമാറോ എന്നുള്ള സ്പെഷ്യൽ വരുമ്പോ നെക്സ്റ്റ് ഡേ ആക്കണം. എന്താണ് നെക്സ്റ്റ് ഡേ കേട്ടോ. നെക്സ്റ്റ് ഡേ ടുമാറോ എന്നുള്ള നെക്സ്റ്റ് ഡേ ആക്കണം. യെസ്, സുബിനോടല്ലേ ഞാനൊരു കാര്യം പറയാന്ന് പറഞ്ഞു. അല്ല, ശുഭോട്. ഓക്കെ. അതായത് ശുഭ അവിടെ ആയി കഴിഞ്ഞതിന് ശേഷം വേറെ ഉപയോഗിച്ചു. അപ്പൊ നമ്മളിപ്പോ അത് തിരുത്തിയിട്ട് വാസാക്കി. പക്ഷെ ഐ കഴിഞ്ഞിട്ട് വേറും ഒരു വരാവുന്ന ഐയുടെ കൂടെ വാസേ വരൂ. പക്ഷെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഐ കഴിഞ്ഞാല് വേറും വരും. അത് ചില പ്രത്യേക സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില അൺറിയൽ കണ്ടീഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സംഭവിക്കാൻ സാധ്യതയുള്ള. അപ്പൊ അൺറിയൽ എന്ന് പറയുമ്പോഴോ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോ ഈ ക്ലോസില് ഐ കഴിഞ്ഞാൽ അവിടെ ചില സ്ഥലത്ത് വാസു വരില്ല, വേറെ വരും. അപ്പൊ എന്താണ് സംഭവം എന്ന് ചോദിക്കാം. ഇപ്പൊ ശുഭ ഒരാളോട് പറയണം, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, അത് മിന്നുവിനോട് പറയണം, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നെങ്കിലും അത് നടക്കും. ഒരിക്കലും നടക്കില്ല. അപ്പൊ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് ശുഭ പറയുന്നത്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു. നമുക്ക് ഇമാജിൻ ചെയ്യാം, നോട്ട് റിയലി ഹാപ്പി. ഒരിക്കലും നടക്കില്ല. യെസ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം? ഇഫ് ഐ വർ ഇൻ യുവർ പ്ലേസ്, അല്ല നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ. ഐ വാസ് അല്ല, ഐ വർ. അപ്പൊ ഐ കഴിഞ്ഞിട്ട് വേറെ വരും. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഐ കഴിഞ്ഞാൽ വാസു വരരുത്, വേറെ വരും. ഇപ്പൊ ശുഭ റോട്ടിലോട്ട് നോക്കി മുറ്റത്തേക്ക് നോക്കി നിൽക്കുന്നു.
അപ്പോ ഒരു ബട്ടർഫ്ലൈ ആ ചെടിയുടെ ഇടയിൽ പറക്കുകയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ശുഭ വിചാരിക്കുകയാണ്, ഞാനും ഒരു ബട്ടർഫ്ലൈ ആയിരുന്നെങ്കിൽ എന്തെങ്കിലും ആകാൻ പറ്റും. ഒരിക്കലും ആകാൻ പറ്റും. വെറുതെ നമുക്ക് അവിടെ നിന്ന് ചിന്തിക്കാൻ പറ്റും. ഒരിക്കലും സംഭവിക്കില്ലല്ലോ. അപ്പൊ ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമായതുകൊണ്ട് ഞാൻ ഒരു ബട്ടർഫ്ലൈ ആയിരുന്നെങ്കിൽ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഇഫ് ഐ വേർ എ ബട്ടർഫ്ലൈ. ഐ വാസ് അല്ല, ഐ വേർ എ ബട്ടർഫ്ലൈ, ഐ വുഡ് ഫ്ലൈ ഫ്രം ഫ്ലവർ ടു ഫ്ലവർ. ഞാനൊരു ബട്ടർഫ്ലൈ ആയിരുന്നെങ്കിൽ ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് പറന്ന് പറന്ന് നടന്നേനെ. യെസ്. അപ്പൊ ഐ കഴിഞ്ഞാൽ വാസാണ്, പക്ഷെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഐ കഴിഞ്ഞാൽ വേറെ വരും. ഇതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. അത് അൺറിയൽ കണ്ടീഷൻ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ 2 ടെൻസ് അത് ഓർത്തിരുന്നാൽ മതി. സിമ്പിൾ ഫ്യൂച്ചറിന്റെയും പ്രസന്റ് കണ്ടിന്യൂസിന്റെയും റിപ്പോർട്ട് സ്പീച്ച് ആണ് നമ്മൾ ഇന്ന് നോക്കിയത്. ഓക്കെ. നമുക്ക് വേറെ 1-2 കാര്യങ്ങൾ നോക്കാം. സാർ ഇന്നലെ പറഞ്ഞായിരുന്നു ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള അതുപോലത്തെ കുറച്ച് സംഭവങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്. ഓക്കെ 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 ഓക്കെ. നമുക്കത് നോക്കാം. ഓക്കെ. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയതാണ് ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ്, അതല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയത്? യെസ്. ഓക്കെ 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 ഓക്കെ. യെസ്. ഇനി നമ്മൾ ഇതിനകത്ത് നോക്കുന്നത് വേറൊരു സംഗതിയാണ്. ആ സംഗതിയുടെ പേരാണ് വുഡ് യു പ്ലീസ്. എന്താണ്? വുഡ് യു പ്ലീസ്. വുഡ് യു പ്ലീസ്. അതായത് നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കണമെങ്കിൽ അവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പൊളൈറ്റ് ആയിട്ടുള്ള ഒരു മാനർ, ഒരു രീതിയാണ് വുഡ് യു പ്ലീസ്. നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്, നമ്മുടെ കയ്യിൽ വാച്ചില്ല, സമയം എത്രയെന്ന് അറിയണം, അരികത്തിരിക്കുന്ന ആളുടെ കയ്യിൽ വാച്ചുണ്ട്. നമ്മൾ മലയാളീസ് എന്ത് ചെയ്യും? അവന്റെ കൈ പിടിച്ചത് പൊക്കി നോക്കും. 5:30 ആയല്ലേ. യെസ്. ഇംഗ്ലീഷുകാരാണെങ്കിൽ അങ്ങനെ ചെയ്യും? ഇല്ല. ടൈം പ്ലീസ് എന്ന് ചോദിക്കും, അല്ലേ? കൈ പിടിച്ച് അരികത്തിരിക്കണമെങ്കിലും കൈ പിടിച്ച് പൊക്കി നോക്കൂല എന്ന് പറയുന്നത് പോലെ. അല്ലെങ്കിൽ അയാൾ ചോദിക്കും വുഡ് യു പ്ലീസ്, വുഡ് യു പ്ലീസ് ടെൽ ദ ടൈം, സമയം ഒന്ന് പറയാമോ? വുഡ് യു പ്ലീസ്, നിങ്ങൾ എവിടെയെങ്കിലും എത്തി, പക്ഷെ പോസ്റ്റ് ഓഫീസിലേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത്. പോസ്റ്റ് ഓഫീസിലേക്കുള്ള വഴി അറിയില്ല. അപ്പൊ അവിടെ കണ്ട ഒരാളോട് ചോദിക്കുമ്പോൾ എന്ത് പറയും? വുഡ് യു പ്ലീസ് ടെൽ മീ ദ വേ ടു ദ പോസ്റ്റ് ഓഫീസ്. വുഡ് യു പ്ലീസ് ടെൽ മീ ദ വേ ടു മെഡിക്കൽ കോളേജ്. അപ്പൊ നമ്മൾ നേരത്തെ ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് എന്ന് കണ്ടതുപോലെ ഇന്ന് നമ്മൾ കാണുന്ന വേറൊരു വേർഡാണ് വുഡ് യു പ്ലീസ്. വുഡ് യു പ്ലീസ്. അപ്പൊ ആരോടെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ വുഡ് യു പ്ലീസ് വെച്ച് ചോദിക്കണം. വുഡ് യു പ്ലീസ് ഗിവ് മീ 1000 rupees. 1000 രൂപ തരാൻ പറ്റും. വുഡ് യു പ്ലീസ് ഗിവ് മീ 1000 rupees. യെസ്. ഏത് ദിവസമാണ് എക്സാമിനേഷൻ? എക്സാമിനേഷൻ തീയതി ഒന്ന് പറയാമോ? അപ്പം എന്ത് പറയാം? വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ഡേറ്റ് ഈസ് എക്സാം. വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ഡേറ്റ് ഈസ് എക്സാം. അല്ലെങ്കിൽ ഏത് ദിവസമാണ് എക്സാമിനേഷൻ? അപ്പൊ
Would you please tell me what date എന്നുള്ളതിന് പകരം what day is the examination? What day is the examination? അല്ലെങ്കിൽ ഏത് ദിവസമാണ് ഇന്റർവ്യൂ എന്ന് പറയാമോ? Would you please tell me what date is the interview? Would you please tell me what date is the interview? Yes. ഇനി നിങ്ങള് ഓരോരോ വാചകങ്ങൾ നോക്കുക. വുഡ് യു പ്ലീസ് ഉണ്ടാവണം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുക. ഭൗതികതയോട് കൂടി ചോദിക്കുക. വുഡ് യു പ്ലീസ് ടെൽ മീ ദ വേ ടു പോലീസ് സ്റ്റേഷൻ? വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ? എല്ലാത്തിനും വുഡ് യു പ്ലീസ് ആയിരിക്കണം. അത് വുഡ് എന്ന് പറഞ്ഞ സംഗതി പൊളൈറ്റ്നെസ്സിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വേണം. പൊളൈറ്റ്നെസ്. പിന്നെ വുഡിന് വേറെ ഉപയോഗങ്ങളൊക്കെ കേട്ടാ. ഇപ്പോ സുബിത വരെയാണ് മിന്നുവിന്റെ വീട്ടിൽ. അപ്പോ മിന്നു സുബിതയ്ക്ക് ചായ കൊടുക്കും. ചായ കൊടുത്തു കഴിഞ്ഞപ്പോ സുബിത ചായ കുടിച്ചില്ല. യെസ്. അപ്പൊ ചായ കൊടുത്തു, പക്ഷെ ചായ എന്ത് ചെയ്തില്ല, സുബിത കുടിച്ചില്ല. അപ്പോ ചായ കൊടുത്തിട്ട് കുടിക്കാതെ സുബിത ചായ കുടിക്കാതെ, അപ്പൊ ചായ നോക്കിക്കൊണ്ട് സുബിത ഐ വുഡ് ഡ്രിങ്ക് ടീ എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് മനസ്സിലാക്കണം? ഐ വുഡ് ഡ്രിങ്ക് ടീ എന്ന് പറയുമ്പോ ഈ വുഡ് എന്ന് പറഞ്ഞ സംഗതി പണ്ടുണ്ടായിരുന്ന ഒരു സ്വഭാവത്തെ കാണിക്കാൻ വേണ്ടി, ഇപ്പൊ ഇല്ല, പക്ഷെ പണ്ടുണ്ടായിരുന്നു. ഐ വുഡ് ഡ്രിങ്ക് മിൽക്ക് എന്ന് പറഞ്ഞ ഞാൻ മുമ്പ് പാല് കുടിച്ചിട്ട് ഇപ്പൊ കുടിക്കാറുണ്ട്. യെസ്, ഐ വുഡ് ഡ്രിങ്ക്. വുഡ് എന്ന് പറയുന്ന പേര് ഒരു പാസ്റ്റ് ഹാബിറ്റിനെ കാണിക്കാൻ ഉപയോഗിക്കാറുണ്ട്. പാസ്റ്റ് ഹാബിറ്റ്. യെസ്. അപ്പൊ അത് നോക്കട്ടെ. നമ്മളിവിടെ പറയുന്നത് വുഡ് യു പ്ലീസ്. പറഞ്ഞ ശുഭ, വുഡ് യു പ്ലീസ് വെച്ചൊരു വാചകം പറഞ്ഞു. Would you please quiet for a minute? Would you please Quiet for a minute. അപ്പൊ അവിടെ ഒരു വാക്ക് വുഡ് യു പ്ലീസ് കീപ് ക്വയറ്റ് ഫോർ എ മിനിറ്റ്. ഒരു പ്രസന്റൻസ് വേണം കേട്ടോ. വുഡ് യു പ്ലീസ് കീപ് ക്വയറ്റ് ഫോർ എ മിനിറ്റ്. ഒരു മിനിറ്റ് ഒന്നും മിണ്ടാതിരിക്കാമോ? വേറെ ഒന്നും പറഞ്ഞ ശുഭ. Would you please help me with this task? Would you please help me with this task? Okay, Shiva. Then Minnu പറഞ്ഞ would you please വെച്ച്. Would you please speak a little louder? Yes, very good. Would you speak a little louder? കുറച്ചുകൂടി ഉറക്കെ ഒന്ന് സംസാരിക്കാം. വേറെ അർത്ഥം. Would you please check my answer? Yes. Would you please check my answer? Correct. Subida. Yes, sir. Would you please share your chocolate? Yes. Would you please share your chocolate? Correct. Would you please wait just for a minute? Would you please wait for a minute? Just a minute. Okay. Correct. Yes. Would you please help me for my study? Would you please help me? Yes, for my studies. Okay. Correct. Yes. അപ്പൊ മനസ്സിലായില്ല. അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയ വേറെ അഡീഷണൽ കാര്യം നോക്കിയത് വുഡ് യു പ്ലീസ്. വുഡ് പിന്നെ സബ്ജക്റ്റ് യു പ്ലീസ്. അത് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസോടെ ഉപയോഗിക്കും. യെസ്. അപ്പൊ നമുക്ക് അടുത്ത വെള്ളിയാഴ്ച വീണ്ടും കാണാം. അപ്പൊ അത് വരെ വരുമ്പോഴേക്കും ക്രിസ്തുമസ് ഒക്കെ കഴിയുമെന്നറിയാം. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ക്രിസ്തുമസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. We will meet in the next week. Okay? Bye. Thank you, sir. Happy Christmas. Happy Christmas. Okay. Happy Christmas. Happy New Year. Same to you.